Thank you for calling to this session and give this opportunity to all of three of us. And I think the audience is a very limited number and the majority from other states. And so sorry, I am taking permission to speak in our regional language. And because my co-presenters are not able to speak in other language other than regional language, and they know very well their language, and I'm very so sorry for that. എനിക്ക് അറിയാത്ത ഭൂമി ഉണ്ടെങ്കിൽ എന്റെ അറിയാത്തങ്ങളാണ് ഈ പറഞ്ഞ അംഗൻവാടിയല്ല. പക്ഷെ അതല്ല വരേണ്ടത്, പുറത്താണ് വരേണ്ടത്. അതാണ് വികസനം നടപ്പിലാക്കിയത്. ഇനി സാമൂഹ്യ അവകാശം പറയുകയാണെങ്കിൽ വളരെ രസകരമായ ഒരു കാര്യം, മുഖ്യവാസികൾ നേരിടുന്ന ആദിവാസികൾക്ക് ആദിവാസികളുടേതായ ചില നിയമങ്ങളുണ്ട്. അവർക്ക് ഭൂരികൂട്ടം വിളിക്കാൻ പറ്റും, അതുപോലെ പ്രത്യേക അതുണ്ട്. അത് നമുക്ക് മറ്റു നിയമങ്ങളോട് അംഗീകരിച്ചാൽ അതുപോലെ തന്നെ വിവാഹത്തിന് പോക്സോ പോലെയുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നത് കൊണ്ട് അവരുടെ കസ്റ്റമറി ലോ അനുസരിച്ച് അവർക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. പക്ഷെ അപ്പൊ ആ രീതിയിലേക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന വനാവകാശ നിയമം, ഞങ്ങൾക്കുള്ള ഈ ഒരു നിയമം നടപ്പിലാക്കാത്തത് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ പറഞ്ഞ പോലെയുള്ള ഊരുകൂട്ടം കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഊരുമൂപ്പനാണ്. ഊരുമൂപ്പനും ഊരുകൂട്ടം ഞങ്ങളെ ഒരു കമ്മിറ്റിയാണ് സത്യം പറഞ്ഞാൽ ഇത് നടപ്പിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന തടസ്സം എന്ന് പറയുന്നത് സർക്കാർ ഇത് ഞങ്ങളിലേക്ക് എത്തിച്ചു തരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കിർച്ചേഴ്സിലൊക്കെ നമ്മളിത് സംസാരിക്കാനുള്ള കാരണം തന്നെ ഈ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് സ്വന്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ സ്വന്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അവര് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, നിങ്ങൾ ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്ന നിയമത്തിന് അപ്പുറത്ത് ആദിവാസികൾക്ക് ഒരു നിയമമല്ല എന്നാ പറയുന്നത്. അതാണ് ഞാൻ ഈ പറയുന്ന എന്ത് ഊരുകൂട്ടങ്ങളും ഊരുമൂപ്പനും ഞങ്ങൾ അധികാരമായി ഞങ്ങൾ നിയമമായി മാറുമ്പോഴും ഇത് ഭരണഘടനയിൽ ഇല്ല എന്നും പറഞ്ഞ് നമ്മളെ തള്ളി കളയുന്ന അവസ്ഥയാണ്. ഇനിയിപ്പോ അത് പോക്സോ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങള് ഫീൽഡ് വർക്കിലൊക്കെ അനുഭവിക്കുന്നത് ഈ പോക്സോ കേസാണ്. അപ്പൊ പോക്സോ നിയമത്തിൽ പറയുന്നുണ്ട്, നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അതിക്രമങ്ങളാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പ്രിമിറ്റീവ് ട്രൈബിൽപ്പെട്ട ഒരാളായതുകൊണ്ടേ പറയാം, നമുക്ക് വിവാഹം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭരണഘടനയിൽ പറയും പോലെയുള്ള വിവാഹങ്ങളൊന്നും അല്ല. അതായത് ക്ഷേത്രത്തിൽ പോയി താലി കെട്ടണം, അല്ലെങ്കിൽ പള്ളിയിൽ പോയി, അതൊന്നുമല്ല. ഞങ്ങൾക്ക് ഞങ്ങൾ ആചാരപ്രകാരമുള്ള ഒരു വിവാഹമുണ്ട്, ഒരു സ്വയംവരം എന്നൊക്കെ തന്നെ നമുക്ക് അത് പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ അത് വീട്ടുകാരും ഊരുമൂപ്പനും അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ ഒരു അമ്പലം അല്ലെങ്കിൽ ഞങ്ങളൊരു ദേവമാന എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു എന്താ പറയാ പ്രത്യേക നിയമമുണ്ട്. അതിൽ നടത്തുന്നതാണ് ഈ പറയുന്ന ഞങ്ങളെ വിവാഹം. പക്ഷെ അതൊരിക്കലും സർക്കാർ അംഗീകരിക്കില്ല. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ നിയമത്തിൽ നടന്ന കല്യാണം നമ്മൾ പഞ്ചായത്തിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുമ്പോ അവര് പറയുന്നത് ഇത് എവിടുത്തെ നിയമത്തിൽ നടന്നത്, നിങ്ങൾ ഹിന്ദുക്കളല്ലേ, അപ്പൊ അങ്ങനെയാണ് ഈ താലി എവിടെ, അമ്പലത്തിലെ സർട്ടിഫിക്കറ്റ് എവിടെ എന്നാണ്. അപ്പൊ ഇതൊരു ഭയങ്കര ഒരു നിയമ തടസ്സം. അത് ഞാൻ ക്രിസ്ത്യൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു, നമുക്കൊരു പ്രത്യേക മതമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആചാരത്തിൽ ജീവിക്കാനാണ് നമ്മൾ ആ ഗോത്രാചാരം എടുത്തു പോകാതെ അതിൽ നിന്ന് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ അത് നമുക്ക് ഭരണഘടനയിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് തടസ്സപ്പെടുത്തുകയാണ്. പിന്നെ പോക്സോ പറയുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കണേ. ഇപ്പൊ നമ്മള് പ്രായമൊന്നും അവിടെ നോക്കാറില്ല. കാരണം ഇവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവര് കല്യാണം കഴിക്കുക എന്നുള്ള രീതിക്ക് വരുമ്പോ ഇവിടെ 18 വയസ്സ് പൂർത്തിയാവണം, അത് വിവാഹമായി കാണണം, എങ്കിലേ അത് വിവാഹമാവുള്ളൂ എന്ന് പറഞ്ഞ് പോക്സോ കേസ് എടുക്കുകയാണ്. അങ്ങനെ ഒരുപാടേറെ യുവാക്കള് ഇന്ന് വിവാഹം ചെയ്തതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ കാണും, അവര് വിളിച്ചു കൊടുന്ന് മൂപ്പനോട് പറയും നമ്മൾ ആചാരപ്രകാരം വിവാഹം നടക്കും, അത് സർക്കാർ അംഗീകരിക്കാതെ പോലീസ് പയ്യനെ പിടിച്ചു കൊണ്ടുപോകും. പലപ്പോഴും ഇത് പിടിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പെണ്ണ് ഗർഭിണിയായതിനു ശേഷമായിരിക്കും. അപ്പോഴാണ് അംഗൻവാടി ടീച്ചർ കുത്തിവയ്പ്പിനോ എന്തിനോ ആശാ വർക്കർ വരുമ്പോ കുട്ടി ഗർഭിണിയാണെന്ന് അറിയണം. അപ്പൊ കുട്ടിക്ക് ചിലപ്പോ 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവില്ല. അപ്പൊ നേരെ ഇത് പിന്നെ ചൈൽഡ് ലൈനെ അറിയിക്കുകയും ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഭർത്താവ് 40-50 വർഷമൊക്കെ ജയിലിൽ കിടക്കുകയും ഈ കുട്ടി ഭാര്യ ഇവിടെ അനാഥരായി കാണപ്പെടുകയാണ് ചെയ്യണേ.
അപ്പൊ ഇവിടെയാണ് നമ്മൾ ക്രിസ്ത്യൻസിനോടൊക്കെ പറഞ്ഞ ഒരു ചോദ്യം, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഗവേഷണം ചെയ്യണവരല്ലേ, ഇത് ഞങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ എടുത്തു പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയണല്ലേ, അല്ലെങ്കിൽ പിന്നെ അപ്പൊ നമ്മളിത് പറയണ പോലും കുറ്റാണ്. സത്യം പറഞ്ഞാൽ ഞാനിതിനെ അനുകൂലിക്കുകയാണ് എന്നൊക്കെ ആയിരിക്കും. അതല്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മോശമാണ് നമുക്കറിയാം. കാരണം പെൺകുട്ടി പ്രായപൂർത്തിയാകാതെ വിവാഹം ചെയ്താലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രായപൂർത്തിയാവാതെ വിവാഹം ചെയ്ത ഒരു വ്യക്തിയാണ് ഞാനും. അപ്പോ അതിന്റെ ദോഷഫലങ്ങൾ ഞങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കാൻ പാടില്ല ഇന്നത്തെ തലമുറ. പക്ഷെ എന്ത് ചെയ്യണം, ഇത് നമ്മൾ താഴെ തട്ടിലേക്ക് ഈ ഒരു നിയമത്തിനെ കുറിച്ച് നമ്മൾ അവബോധം കൊടുക്കുകയാണ് വേണ്ടത്. അവിടെയാണ് നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത്. കാരണം പോക്സോ നിയമം എന്താണെന്ന് പറഞ്ഞു പഠിക്കാൻ ഞങ്ങൾ അഡ്വക്കറ്റ് അല്ല, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ താഴെ തട്ടിലേക്ക് ST പ്രൊമോട്ടർമാരെ പോലെയുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതും ഇത് താഴെ തട്ടിലേക്ക് ഇവരെ പറഞ്ഞ് അതാത് ഭാഷകളിൽ, കാരണം ചോലനായക്കരടുത്തും കാട്ടുനായക്കരടുത്തും മലയാളം പോയി നിയമം പറഞ്ഞാലൊന്നും അവർക്കത് മനസ്സിലാവില്ല. അപ്പൊ അവരുടേതായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഈ നിയമം അവബോധം ചെയ്യാന്നുള്ളതാണ് ആവശ്യം. അപ്പൊ അതിന് നമ്മളെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനും ഈ പറയുന്ന കിർത്താഡ്സിനും ഒക്കെ ഇത് സാധിക്കുള്ളൂ. കാരണം ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ ഈ നിയമമൊക്കെ പഠിച്ചപ്പോ ഞാനും ബിന്ദും അമ്മണി ചേച്ചിയൊക്കെ ചോലനായക്കരുടെ അടുത്ത് പോവാം. അവിടെ പോലീസും ഫോറസ്റ്റും അന്ന് കടത്തിവിടില്ല നമ്മളെ, അവർ തടയും. ഒരു ഊരിലേക്ക് നമ്മളെ കടത്തിവിടാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ഫീൽഡ് വർക്കിൽ ഞങ്ങൾ വളരെയധികം, ഞാനൊക്കെ ബുദ്ധിമുട്ടുന്നത് പോക്സോ എന്ന് പറയുന്ന ഈ ഒരു കേസിലാണ്. കാരണം നമ്മളെ പയ്യന്മാര് പോയി കേറി പിടിക്കണതോ ബലാത്സംഗം ചെയ്യുന്ന ഒന്നും അല്ല, കുളിക്കടവിൽ എത്തി നോക്കുന്ന ഒന്നും അല്ല. നമ്മളെ പയ്യന്മാര് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് ആ കുട്ടി ഗർഭം ധരിക്കുകയാണ്. അത് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പിന്നെ ഞങ്ങളുടെ ഇടയില് പ്രിമിറ്റീവ് ട്രൈബായിട്ടുള്ള കാട്ടുനായക്ക ചോലനായക്കരുടെ ഇടയില് എങ്ങനെയാണ് ഒരു പ്രായം തെളിയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ പ്രായം തെളിയുന്നത് ഋതുമതി ആവുമ്പോഴാണ് ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പ്രാപ്തിയായി എന്ന് പറയണത്. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി ഋതുമതി ആകുന്നത് 9ാമത്തെ വയസ്സിലാന്ന് ഓർക്കണം. പണ്ട് കാലത്താണെങ്കിൽ ചിലപ്പോൾ 16 or 17 ആവും. ഋതുമതി ആയി കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ആചാരമുണ്ട്. ആ ആചാരം തന്നെ ഭർത്താവിനെ കണ്ടെത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആരാണോ കുട്ടീനെ അപ്പൊ ഇഷ്ടപ്പെടണേ ആ ആളെ ഇരുത്തിക്കൊണ്ടാണ് ആ കല്യാണം നടക്കുക. അതായത് ഋതുമതി കല്യാണം തന്നെ അങ്ങനെ നടക്കുക. ഈ വരനായിരിക്കും ഒരു പക്ഷേ ഈ കുട്ടി ഭാവിയിൽ കല്യാണം കഴിക്കുക. അപ്പൊ ഞങ്ങളെ പ്രായം അതാണ്. അല്ലാതെ ഏത് രീതിയിലാണ് ഇത് തെളിയിക്കുക? ഒരു അംഗൻവാടി ഇല്ല, പ്രസവത്തിന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണില്ല. നമുക്ക് ആധാറാണെങ്കിൽ ഇന്നും ഞങ്ങളൊക്കെ ആധാർ തെറ്റാ. ആധാറിൽ നല്ല പ്രായം കൂടിയവരത് ഇപ്പോഴും കിടക്കണം 30 വയസ്സാ. അവർക്ക് പെൻഷൻ ഇല്ല. കാരണം ആധാറൊക്കെ ഒരാളെ രൂപം നോക്കിയിട്ടാണ് ആധാർ നിശ്ചയിക്കുന്നത്. പലപ്പോഴും ട്രൈബൽ മേഖലയിൽ നിങ്ങൾ പോകുമ്പോ അറിയാം, ഏറ്റവും നല്ല പ്രായമുള്ള ആളുകളെ പോലും നമുക്കൊരു 30 വയസ്സിനൊക്കെ താഴെ തോന്നിക്കുള്ളൂ. അവർക്ക് നല്ല പ്രായമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ മുഖം നോക്കിയിട്ട് ആധാർ അവിടെ ഇടും. ഈ ആധാർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടോ അല്ല വിവാഹം നടക്കണം. ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യണം എന്താന്ന് വെച്ചാൽ, ഗർഭിണി പ്രസവിക്കാനാണ് സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഒറിജിനൽ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ നിയമം എന്ന് പറയുമ്പോൾ എല്ലാ നിയമകാര്യത്തിലും ഞങ്ങൾക്ക് വലിയ വലിയ പ്രതിസന്ധിയാണുള്ളത്. അത് ബിന്ദു അമ്മണിക്കും അറിയാം, അമ്മണി ചേച്ചിക്കും അറിയാം. എനിക്ക് ഇപ്പൊ ഈ വേദിയിൽ ഇത്രേ സംസാരിക്കാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ അവർ സംസാരിക്കും. കാരണം വേറൊരു വേദി കൂടെ എനിക്കുള്ളത് കൊണ്ട് ഞാന് പോവാണ്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ എനിക്ക് കിർത്താഡ്സിനെ പൊതുസമൂഹത്തിനെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ വന്ന് ഇത് സംസാരിക്കുന്നത്. കാരണം നിയമത്തിനെ കുറിച്ച് ആളുകൾക്കൊന്നും അറിയില്ല. ആ നിയമം പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പൊതുസമൂഹം ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഏത് തരത്തിലാണെന്നുള്ള ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് അതിന് ഒരു തക്കതായ നടപടികൾ എടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. സെഷൻ കഴിഞ്ഞിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുക. ഇതിപ്പോ ചിത്രയ്ക്ക് പോകാനുള്ളത് കൊണ്ട് ഒരു 3 minutes ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് കരുതുന്നു. ചിത്ര ഉന്നയിച്ച വിഷയം വളരെ റെലവന്റ് ആണ്. ചിത്ര പറയുന്നത് പ്രായപൂർത്തിയാകാത്ത ആളുകളെ അവരുടെ വിവാഹത്തെ സാധൂകരിക്കണം എന്നുള്ള ഒരു ആവശ്യമല്ല ചിത്രം മുന്നോട്ട് വെക്കുന്നത്. ചിത്രം മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയിലെ നിലവിൽ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ നിലവിൽ വന്ന നിരവധി നിയമങ്ങളുണ്ട്. അതേ ഭരണഘടന തന്നെയാണ് ആദിവാസികളുടെ കസ്റ്റത്തെയും അംഗീകരിച്ചിരിക്കുന്നത്. അപ്പം നിലവിൽ
മലയാള ഭാഷ പോലും കേരളത്തിൽ ജീവിക്കുന്ന കാട്ടുനായിക്ക, ചോലനായിക്ക, അതുപോലെ തന്നെ മറ്റു ചില കമ്മ്യൂണിറ്റികളൊക്കെ വനത്തിനുള്ളിൽ കഴിയുന്ന ആളുകള്, ഇവർക്ക് മലയാള ഭാഷ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത, ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്ത, ആ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള മറ്റൊരു ആദിവാസിയോട് പോലും സംസാരിക്കാൻ തയ്യാറാകാത്ത നിരവധി മനുഷ്യരുണ്ട്. അവരും ഇന്ന് ഈ ഇന്ത്യയുടെ ഭാഗമാണ്. അവരും ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യത എന്ന് പറയുന്ന അവകാശത്തിന്, മൗലിക അവകാശത്തിന് അർഹരായ ആളുകളാണ്. അപ്പൊ അവരുടെ തെറ്റാണോ അവർക്ക് ഇന്ത്യയിൽ മാറി വന്ന നിയമങ്ങളെ കുറിച്ച് അറിവില്ല എന്നുള്ളത്? അവരുടെ തെറ്റല്ല. അവര് കാലാകാലങ്ങളായി ഋതുമതിയാകുന്ന കുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്, വിവാഹം കഴിപ്പിക്കുക, അതിന് എലിജിബിൾ ആണ് എന്നുള്ളതാണ് അവരുടെ ധാരണ. അപ്പൊ അങ്ങനെ ആ ധാരണയിൽ നിന്നുകൊണ്ട് നിലവിലുള്ള നിയമങ്ങളെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലാതെ അതിനകത്ത് ഒരു ഗുഡ് ഫെയ്ത്തില്, ഉത്തമ വിശ്വാസത്തില്, അത് നല്ല രീതിയിൽ ആ മാരേജിനെ കാണുകയും ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി ഒരു വിവാഹത്തിലേക്ക് ഏർപ്പെടുകയും അതില് കുട്ടി ഗർഭിണിയാകുന്ന അവസരത്തില് ചിലപ്പോ അവർക്ക് ഈ കുട്ടീനെ അത് അവർക്ക് അറിയില്ല. നിയമത്തെ കുറിച്ചുള്ള ഇഗ്നോറൻസ് എന്ന് പറയുന്നത് അതൊരു എക്സംഷൻ ആയിട്ട് കണക്കാക്കുന്ന രാജ്യമല്ല ഇന്ത്യ. പക്ഷേ ആദിവാസികളുടെ സവിശേഷ സാഹചര്യത്തെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അത് നടപ്പാക്കുന്ന ഏജൻസികൾക്കും ഒക്കെ തന്നെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ചിത്രം മുന്നോട്ട് വെക്കുന്ന വിഷയം. അപ്പം വളരെ അതിനകത്ത് ഉത്തമ വിശ്വാസത്തോടു കൂടി ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട ഈ പുരുഷനെ പോക്സോ കേസ് ചുമത്തി അല്ലെങ്കിൽ ആ ആൺകുട്ടിയെ ജയിലിൽ അടയ്ക്കുന്നതോടു കൂടി ഉണ്ടാകുന്നതിന്റെ കോൺസിക്വൻസ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. കാരണം ഈ പെൺകുട്ടിക്ക് ആ ഗർഭിണിയായ പെൺകുട്ടിക്ക് പിന്നീട് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ പലപ്പോഴും സെക്സ് വർക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പൊതുസമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെടുന്നു. വളരെ ദുഷ്കരമായ സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പൊ കേരളത്തിലെ വയനാട് പോലെയുള്ള ജില്ലകളിലെ ചില കളക്ടർമാര് പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. വളരെ ജെന്യുവൻ ആയിട്ടുള്ള കേസുകളിൽ അവരെ ജയിലിൽ അടയ്ക്കരുത്, അത്തരം നടപടി എടുക്കരുത് എന്ന് പറയുന്ന നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വളരെ ഒരു നല്ല രീതിയിൽ നോക്കിക്കാണുകയും എക്സംഷൻ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ എക്സംഷൻ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ചിത്ര മുന്നോട്ട് വെക്കുന്നത്. അതല്ലാതെ പ്രായപൂർത്തിയാകാതെയുള്ള വിവാഹത്തെ അംഗീകരിക്കണം എന്നുള്ളതല്ല, മറിച്ച് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവര് ഉത്തമ വിശ്വാസത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അവരെ ജയിലിൽ ഇടുകയും അതിൽ ഇരയെന്ന് നമ്മൾ പറയുന്ന ആളുകൾ കൂടുതൽ ദുരിതത്തിലേക്കും വിഷമത്തിലേക്കും ആത്മഹത്യകളിലേക്കും പ്രോസ്റ്റിറ്റ്യൂഷനിലേക്കും ഒക്കെ പോകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ചിത്ര മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം. ഇതിനകത്ത് ഇതുപോലെ തന്നെ ചിത്രയെ പോലെ തന്നെ വയനാടിന്റെ, പ്രത്യേകിച്ച് വയനാടാണ്, മറ്റു ജില്ലകളിലും പല വിഷയങ്ങളിലും അവൻ ചേച്ചി ഇടപെട്ടിട്ടുണ്ട്. വയനാടിന്റെ മിക്കവാറും എല്ലാ ആദിവാസി ഊരുകളും വളരെ നന്നായി അറിയുകയും വ്യക്തികളെ മിക്കവാറും എല്ലാ ആളുകളും വളരെ പേഴ്സണലായിട്ട് അറിയുകയും അവരുടെ വിഷയങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന അമിനി ചേച്ചി ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രാജ്യത്ത് എല്ലാ തരത്തിലുള്ള പരിരക്ഷയും ലഭിക്കുന്ന അല്ലെങ്കിൽ അത് കിട്ടുന്ന ഒരു ജനത എന്ന് തന്നെയാണ് ആദിവാസികളെ കുറിച്ച് പൊതുവെ ഉള്ള ഒരു ധാരണ. പക്ഷെ ഇവിടെ ചിത്ര പറഞ്ഞ പോലെ തന്നെ ആദിവാസികളുടെ ഇടയിൽ ഇപ്പോൾ കാട്ടുനായ്ക്കരാണെങ്കിലും അല്ലെങ്കിൽ അടിയ, പണിയ, വെട്ടുകുർമ, പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളും ഭക്ഷണ രീതികളും വെച്ചു പുലർത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഭാഷ, വേഷങ്ങള്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഊരു സമ്പ്രദായങ്ങൾ, അതായത് ഊരുമുപ്പന്മാരുടെ നേതൃത്വത്തിൽ ഊരു സമ്പ്രദായത്തിലൂടെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്ന നാൾ മുതൽ അവരുടെ വളർച്ചയും അതുപോലെ തന്നെ പിന്നീടുണ്ടാവുന്ന വിവാഹം, മരണം വരെ എത്തുന്ന ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഊരുകളിൽ താമസിക്കുന്ന, ഞാനിപ്പോൾ ഊരിൽ നിന്നാണ് വരുന്നത്, അപ്പൊ ഊരുകളിൽ താമസിക്കുന്ന എന്നെ പോലൊരാളുടെ എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന കസ്റ്റമർ ലോ എന്ന് പറയുന്ന നിയമം ബാധകമാണ്.
ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഊരുമുപ്പനെ സംബന്ധിച്ച് ചിത്രം ഇവിടെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് പാരമ്പര്യമായിട്ടുള്ള ഊരുമുപ്പന്മാര് ഇപ്പൊ നമ്മുടെ ഊരുകളിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഊരുമുപ്പൻ എന്ന് പറയുന്നത് ഇടതും വലതും സർക്കാർ മാറി മാറി ഭരിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മെമ്പർഷിപ്പും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ബിരിയാണിയും മദ്യവും കഴിച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ ഊരുകൂട്ടം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഊരുകൂട്ടങ്ങളിൽ ഊരുമൂപ്പന്മാരായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് ഇപ്പൊ ഊരുകളിൽ ഊരുമൂപ്പൻ എന്ന് പറയുന്ന സർക്കാരും താങ്ങിപ്പിടിച്ച് അല്ലെങ്കിൽ അവര് ഊരുമൂപ്പനാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ഒരിക്കലുമല്ല. ഒരു ഊരിന്റെ അധിപ്പൻ എന്ന് പറയുന്ന ഊരുമൂപ്പൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ മരണാന്തരം വരെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വലിയ ഒരു ഉത്തരവാദിത്തം അവരിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ ഒരു വിവാഹം നടക്കണമെങ്കിൽ ആദിവാസികളെ സംബന്ധിച്ച് എൻ്റെ സമുദായം, ഞാൻ വെട്ടുകുറുമ വിഭാഗത്തിൽപ്പെട്ട സമുദായമാണ്. ഏറ്റവും ജനസംഖ്യ കുറവാണ്. 8000 ടോട്ടൽ ജനസംഖ്യ ഉള്ളു. ഞങ്ങളുടെ ഇടയിൽ സർക്കാർ ഉദ്യോഗസ്ഥര് 20-ന് താഴെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ വളരെ കുറവാണ്. എൻ്റെ ഭാഗ്യം തോന്നുന്നു ഞാൻ ഒരാളിങ്ങനെ അപ്പുറത്തേക്ക് ചാടിയെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകാറുണ്ട്. കാരണം ഈ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് നമ്മൾ മറ്റുള്ള സമുദായങ്ങൾ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ നോക്കി കാണുമ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന തുല്യത അല്ലെങ്കിൽ സമത്വം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ എന്താ പറയാ വലിയ രീതിയിൽ തന്നെ സമരങ്ങൾ ചെയ്ത് നേടിയെടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഊരില് ഒരു ദൈവപ്പുരയുണ്ട്. ഇപ്പൊ സർക്കാർ അത് ഏറ്റെടുത്തു. പണി ഏകദേശം ആയിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ ദൈവപ്പുരയാണ് അവിടെ. പണി തീരാനായിട്ടുണ്ട്. എൻ്റെ നേരെ താഴെയുള്ള എൻ്റെ സഹോദരനാണ് ഇപ്പോ കഴിഞ്ഞ ഒരു വർഷം മുതൽ ഊരുമൂപ്പനായിട്ട്. അത് സർക്കാർ തിരഞ്ഞെടുത്തല്ല, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റോ ഊരുകൂട്ടം തിരഞ്ഞെടുത്തല്ല. അത് ഞങ്ങളുടെ 7ഓളം ഊരുകളിൽ വരുന്ന ഞങ്ങളുടെ വിഭാഗങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു കൂടിച്ചേരലിലൂടെ എൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഊരുമൂപ്പന്റെ സ്ഥാനം കൈമാറ്റം ചെയ്തത് കഴിഞ്ഞ വർഷം മകരമാസം 13-ാം തീയതിയിലാണ്. വീട്ടിൽ വെച്ച് കുറെ അതിൻ്റെതായ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുകയും അദ്ദേഹത്തിന് അതിന്റെ ചുമതല ഏൽപ്പിച്ചത്. അതേ സമയത്ത് 25 വർഷക്കാലം എൻ്റെ അച്ഛനും ഊരുമൂപ്പനായിരുന്നു. അപ്പൊ ഞാനൊക്കെ കണ്ടുവന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഊരുകളിൽ നടക്കുന്ന വിവാഹങ്ങള് ഇപ്പോ നമ്മൾ റേഷ് ചെയ്യാറില്ല. അതേ സമയത്ത് ഊരുകളിൽ നടക്കുന്ന വിവാഹം എന്തെങ്കിലും ഒരു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് രാത്രിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ പിറ്റേ ദിവസം രാവിലെ വളരെ സ്വസ്ഥതയോടെയും ഒരുമയോട് കൂടിയും ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും പിന്നെ പലപ്പോഴും ഒന്നിച്ചുള്ള ജോലിയും വീടുകളിൽ ഉണ്ടാവുന്ന മറ്റെല്ലാ കാര്യങ്ങൾക്കും തുല്യമായ രീതിയിൽ തന്നെ അവര് ഒന്നിച്ച് നിന്നുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് കാണാം. കാരണം രാത്രിയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ മദ്യപാനവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്ത്രീകൾ ഇങ്ങനെ ഉപദ്രവിക്കുന്ന പല ഘട്ടങ്ങളും ഒരുപാട് ഫോൺ കോൾ നമുക്ക് 1 മണി വരെ ചില സമയങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവിടെ ചെല്ലും. ചിലപ്പോൾ നമ്മൾ രാത്രി അവിടെ ചെല്ലും. രാത്രി ചെല്ലുമ്പോൾ ചിലപ്പം 2-നും 2 വീടുകളാക്കാൻ നമ്മൾ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസമായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു പ്രശ്നം നടന്നതായിട്ട് നമുക്ക് പോലും ഊഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇതിന്റെ മുന്നോട്ടായിട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഗാർഹിക അതിക്രമങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെ ഗാർഹികപരമായിട്ടുള്ള അതിക്രമങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. വയനാട്ടില് ഒരു കോടതിയിൽ പോലും, ഇവിടെ കുടുംബ കോടതിയിലും സിവിൽ കോടതിയിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കിട്ടണം അല്ലെങ്കിൽ ഡൈവോഴ്സ് കിട്ടണം എന്ന് പറഞ്ഞ് ഒരു ആദിവാസി സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു കോടതിയിൽ പോലും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സമീപിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അതായത് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഊരിൽ നടക്കുന്ന ഇത്രയും പ്രശ്നങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ദൈവപുര എന്ന് പറയുന്നത് ഞങ്ങളുടെ സമുദായത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് പ്രശ്നങ്ങളെ അവിടെ 2 കൂട്ടർക്കും തുറന്നു പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് നിർദ്ദേശങ്ങൾ നൽകുകയും തക്കതായ ശിക്ഷ ഊരുമൂപ്പനാണ് നടപ്പിലാക്കുന്നത്. ഒന്നല്ലെങ്കിൽ 2 വീട്ടുകാര് പിന്നെ ഈ പ്രശ്നങ്ങൾ തീരുന്നവരെ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കുകയും ആ വീടുകളിൽ പോയി കുഞ്ഞുങ്ങളെ കാണുകയും സംരക്ഷിക്കുകയും ചെയ്യാം. പക്ഷെ ഒന്നിച്ചുള്ള താമസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിൽക്കാം. ഇപ്പൊ ഇവിടെ കോടതിയാണ് ആ ഉത്തരവിടുന്നത് അല്ലെ. ഗാർഹിക അതിക്രമത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ നിയമത്തില് കോടതി ഉത്തരവിട്ടാലാണ് ഇവിടുത്തെ സിവിൽ സൊസൈറ്റിയിലുള്ള സ്ത്രീകളൊക്കെ ആ വീട്ടിൽ താമസിക്കാറ്. പക്ഷെ ആദിവാസികളെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം നിയമപരമല്ലാത്ത വിവാഹമായതുകൊണ്ട് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത്
കൃത്യമായ രീതിയിലുള്ള ഒരു അഡ്വക്കസി നടത്താനും അതൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എത്തിക്കാനും ഊരുമൂപ്പൻ സമ്പ്രദായത്തിലൂടെയും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന നാട്ടുകൂട്ടത്തിന്റെ ഇടയിൽ അത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പെണ്ണിനെ വേറൊരാൾ വിവാഹം കഴിക്കണമെങ്കിൽ ഇവിടെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ കോടതിയുടെ വിധി പകർപ്പ് വേണം. ഇതൊന്നില്ലെങ്കിൽ അവരുടെ വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ള ചില രീതിയിലൊക്കെ ഈ വെല്ലുവിളികൾ ഞങ്ങളൊക്കെ നേരിടാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ഭർത്താവ് മരണപ്പെട്ടു എന്നുള്ളത് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവായിട്ട് ബന്ധം തുടരാൻ താല്പര്യമില്ലെങ്കിൽ ഭർത്താവിന്റെ വീടിന്റെ ഭാഗത്തുള്ള ഊരുമുപ്പന്റെയും ഭാര്യയുടെ വീടിന്റെ ഭാഗത്തുള്ള ഈ രണ്ട് ഊരുമുപ്പന്മാരുടെയും വാക്കാൽ മാത്രം പറയുന്ന ഒരു ഈ കസ്റ്റമർ ലോ എന്ന് പറയുന്ന ഇതിനകത്ത് രണ്ടു കൂട്ടർക്കും ഒന്നിച്ച് താമസിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും മാറി താമസിക്കാം. പിന്നെ അതേപോലെ തന്നെ രണ്ടുപേർക്കും വിവാഹം കഴിക്കാം. പക്ഷെ അത് മാത്രമല്ല, രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാനൊക്കെ പോകുന്ന ഊരുകളില് ഭാര്യനെ ഉപേക്ഷിച്ച് തൊട്ടടുത്ത വീട്ടില് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചും ആ വീട്ടില് ആദ്യം താമസിച്ച ഭാര്യയായിട്ടുള്ള ആ ബന്ധത്തിൽ പോലും വീണ്ടും തുടർന്ന് അവര് ഭക്ഷണം പാകം ചെയ്ത് തിന്നുന്നു, അവര് കുഞ്ഞുങ്ങളെ വളരെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു, അവർ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളിലും തുല്യമായ രീതിയിൽ തന്നെ അവര് ആഘോഷങ്ങളാണെങ്കിലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവരൊരു തർക്കവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സൗഹൃദത്തിൽ പോകുന്ന പല കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു പണിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മലങ്കര വയൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ബാലൻ പറഞ്ഞ ഒരു ചേട്ടൻ മരണപ്പെട്ടു പോയപ്പോൾ ഞാൻ അവിടെ രാവിലെ ബോഡി കാണാൻ പോകുന്ന സമയത്ത് ഒരു പായലിങ്ങനെ കെടുത്തി ഒരു കുറച്ചു പേരിങ്ങനെ ചുറ്റും ഇരിക്കുന്നുണ്ട്. 4 സ്ത്രീകള് നന്നായി അവിടെ ഒച്ചയില് ബഹളം വെച്ച് കരയുന്നുണ്ട്. അപ്പൊ ഈ 4 സ്ത്രീകളെ ഞാൻ കുറെ നേരം നോക്കി നിന്നിട്ട് അവിടെ ബന്ധുക്കാരോട് ഞാൻ ചോദിച്ചു, ഇവര് 4 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചോ. പെങ്ങന്മാരാണ്, നമുക്കറിയില്ല പെങ്ങന്മാരാണോ കുടുംബത്തിൽ ആരൊക്കെയെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഈ 4 സ്ത്രീകളും ഈ 3 പേരെ ഉപേക്ഷിക്കപ്പെട്ടതും അതിൽ 4ാമത്തെ ഭാര്യ പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ആളാന്നുള്ളത് നമ്മളോട് അവര് പറയുന്നത്. കാരണം അത്രയും ഒരു ബന്ധം, വിവാഹബന്ധം വേറെ വിട്ടിട്ട് പോലും ആ ഭർത്താവിനോടുള്ള സ്നേഹവും വാത്സല്യവും അത് എത്രമാത്രം സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ എത്ര സഹനമുള്ളവരാണ് ഞങ്ങളെ ആളുകൾ എന്നുള്ളത് കൂടി ചില സമയത്ത് ഞാനൊക്കെ അതിശയിച്ചു പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമുദായത്തിൽ ജീവിക്കുമ്പോൾ ഈ പറയുന്ന വിവാഹപ്രായം 18 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ചിത്ര പറഞ്ഞ പോലെ 9 വയസ്സാകുമ്പോഴും 10 വയസ്സാകുമ്പോഴൊക്കെ മാസമുറ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒളിച്ചോട്ടം എന്നുള്ളതാണ്. ചിത്ര അതിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതലും ഈ വയനാട് ജില്ലയെ സംബന്ധിച്ച് പണിയ വിഭാഗത്തിൽപ്പെട്ട വനാന്തരങ്ങളിലും ഏറ്റവും ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളിടയിൽ കൃത്യമായ അവയർനെസ് ഒന്നും നടക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഒരു ഇടപെടലില്ലാത്ത മേഖലയിലൊക്കെ ഇപ്പൊ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ 2017 കാലഘട്ടത്തില് 200-ലധികം ആദിവാസി യുവാക്കളാണ് ബിന്ദു ടീച്ചർ പറഞ്ഞ പോലെ ജയിലടിച്ചത്. ഇതുപോലെ ചൈൽഡ് മാരേജ് ആയിട്ടുള്ള ആളുകളെ പിന്നെ അവര് കല്യാണം കഴിച്ചു, അവർ ഒന്നിച്ച് താമസിക്കാൻ അതില് 17ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളായിരിക്കാം. പക്ഷെ ഈ പയ്യന്മാരെന്ന് പറയുമ്പോൾ 20-ന് മേലേക്ക് പ്രായമുള്ള ആളുകളാണ്. ഈ പെൺകുട്ടി ഒന്നല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കാം. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് ഇവരുടെ ടെസ്റ്റും കാര്യങ്ങളും വരുമ്പോഴാണ് അവിടെ വയസ്സും കാര്യങ്ങളും ചോദിക്കുന്നു. ആ സമയത്ത് ഇവിടെ പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് തേടുന്നു. അപ്പൊ തന്നെ ഡോക്ടർ ഇൻഫോം ചെയ്യുന്നു പോലീസിലേക്ക്. പോലീസ് അത് കേസാക്കുന്നു. ആ കേസാക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇവിടെ നിലനിൽക്കുന്ന ഒരു സിവിൽ നിയമത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പൗരനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കുറ്റകൃത്യമാണ് ചെയ്തെന്ന് പറയാനുള്ള ധാർമ്മികത ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിക്കും. പക്ഷെ ആദിവാസി യുവാക്കളായിട്ടുള്ള ആളുകൾ തൊഴിലിന് പോകുന്ന സ്ഥലത്ത് അവിടെ എല്ലാം പോയി അവരോട് പറയുന്നു, നിങ്ങൾ വൈകുന്നേരം സ്റ്റേഷനിലോട്ട് വരണം, അല്ലെങ്കിൽ 10 മണിക്ക് വരണം, അല്ലെങ്കിൽ നാളെ വരണം. ഇവർ സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ ഇവരവിടുന്ന് അവർ പോലും അറിയാതെ അവരെ കേസാക്കി അത് അറസ്റ്റ് ചെയ്ത് അതിൽ FIR ഇടുന്നത് വളരെ വിചിത്രമായുള്ള വകുപ്പുകളാണ്, അതികഠിനമായ വകുപ്പുകൾ. തട്ടിക്കൊണ്ടുപോലെ ബലാത്സംഗം, ഗൂഢാലോചന, തടവിൽ താമസിപ്പിച്ചു. അങ്ങനെ അമ്പലവയൽ പഞ്ചായത്തിൽ കാരച്ചാല് അയ്യപ്പമൂല എന്ന് പറയുന്ന ഊരില് ഒരു 2016 ഇതുപോലെ 2 ചെറുപ്പക്കാരെ അവർ ഒന്നിച്ച് താമസിച്ചതിന് പേരിൽ ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. 3 മാസം ഗർഭിണി ആയിരിക്കുന്ന സമയത്താണ് ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. 2017 ആ കേസിന്റെ വിധി വരുന്നത്. 40 വർഷ കഠിന തടവിന്. അതിൽ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകളാണ് വളരെ അതികഠിനമായ വകുപ്പുകളാണ് ചാർജ് ചെയ്തത്. അതേ സമയത്ത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ രീതികൾ, ഒരു ആദിവാസി സ്ത്രീയായ എനിക്ക് നേരെ
ഒരു പൊതുസമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതിയിൽപ്പെട്ട ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ, ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ എൻ്റെ ദേഹത്ത് എന്നിങ്ങനെ കാണിച്ചു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പോലീസിന് നേരിട്ട് പോയിട്ട് പറയുമ്പോൾ പോലും ഈ പറയുന്ന വകുപ്പുകളൊന്നും ചാർജ് ചെയ്യാത്ത ഒരു സംവിധാനമാണ് നമ്മുടെ കേരളത്തില് ഈ ആദിവാസി അട്രോസിറ്റി നിയമങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡും ആണെങ്കിൽ സ്പെഷ്യൽ ഈ എന്താ പറയാ കോടതിയിലാണെങ്കിലും ഈ നഗ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇതിനകത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഊരുമൂപ്പന്മാരെ, പാരമ്പര്യമായിട്ടുള്ള ഊരുമൂപ്പന്മാരെ നിലനിർത്തുന്നതും അത് നിലനിന്ന് പോകുന്നതും. അതുകൊണ്ട് തന്നെ ആദിവാസികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ ഇത് ഒരു പക്ഷേ എനിക്കൊക്കെ ചില സമയത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ സന്നദ്ധ സംഘടനകള്, ചിത്ര അത് പറഞ്ഞിട്ടില്ല, വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതലും ശുഷ്കാന്തി കാണിച്ചത് ഞാൻ 2003 മുതൽ ഗവർണിംഗ് ബോഡി മെമ്പറായിട്ട് 2009 വരെ ഗവർണിംഗ് ബോഡി മെമ്പർ ആയിരിക്കുകയും അവിടെ നമുക്ക് വേറെ വരുമാനമില്ലാത്ത കൊണ്ട് ഒരു ആനിമേറ്റർ എന്ന നിലയിൽ നീതിവേദി എന്ന് പറഞ്ഞ സംഘടനയ്ക്കകത്ത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. കാരണം ആ സംഘടന ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു തന്നത് ആദിവാസികളുടെ നിയമങ്ങളും ആദിവാസികളുടെ പാരമ്പര്യ നിയമങ്ങൾ സംരക്ഷിക്കാനും മറ്റുള്ള ആളുകൾ നമ്മളെ ഉപദ്രവിക്കാനും പ്രതികരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രാപ്തരാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത് ഒരു പരിധിവരെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ അവസാനം ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ ഇതുപോലുള്ള വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും തെരഞ്ഞു പിടിച്ച് അവരെ, അന്ന് ഒരു അഡ്വക്കറ്റ് തോമസ് തേരക എന്ന് പറയുന്ന ഒരു അഡ്വക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു നീതിവേദിയില്. അദ്ദേഹം CWCയുടെ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹം വരുന്ന സമയത്ത് പോലും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അവിടെയുള്ള ഉദ്യോഗസ്ഥരും സല്യൂട്ട് അടിക്കണം എന്ന രീതിയിലായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ചെയ്ത കാര്യങ്ങള് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും CWCയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, ആ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഇൻഫോം ചെയ്യാണ്, അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കാണ്. അവർ പഠിച്ചോട്ടെ, അവരെ പിടിച്ച് ജയിലിലിടും, അവരെ പിടിച്ച് കുറച്ച് ദിവസങ്ങൾ ജയിലിൽ അവിടെ പഠിച്ചോട്ടെ എന്ന്. പക്ഷെ ഈ പഠിപ്പിക്കുന്ന സമയത്ത് അവസാനം 2017 വലിയ രീതിയിൽ ഞങ്ങൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് വയനാട് ജില്ല കളക്ടറേറ്റിന് മുമ്പിൽ സമരങ്ങൾ നടത്തുകയും പത്രങ്ങളിൽ അത് ഏറ്റെടുക്കുകയും പത്രമാധ്യമങ്ങളിലൂടെ വലിയ വാർത്തകൾ വരുന്നു. ആ സമയത്താണ് ഞങ്ങൾ നീതിവേദി എന്ന് പറയുന്ന സംഘടനയിലൂടെ പ്രവർത്തിച്ചവരും അതിലുണ്ടായിരുന്ന ഈ പറയുന്ന ഗവർണിംഗ് ബോർഡ് മെമ്പർമാരായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ മേലധികാരം വഹിക്കുന്ന ആളുകളൊക്കെ തന്നെ ആദിവാസികൾക്ക് വേണ്ടി ഒരു ഭാഗത്തു കൂടെ പറയുകയും മറ്റൊരു ഭാഗത്തു കൂടെ ആദിവാസികളെ ഇങ്ങനെ ജയിലടിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു കയറി എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അറിഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ഈ ആദിവാസി വിവാഹത്തിൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ച പയ്യനെ ജയിലിലാക്കുകയും 10-20ഓളം 26ഓളം പെൺകുട്ടികളെ നിർഭയ എന്ന് പറയുന്ന സെന്ററിലേക്ക്, കമ്പളക്കാട് കണിയാമ്പറ്റയിലുള്ള ആ സെന്ററിലേക്ക് മാറ്റി താമസിക്കുകയും കുടുംബങ്ങളെ പോലും രക്ഷിതാക്കളെ പോലും കാണാൻ അനുമതി പോലും കൊടുക്കാതെ അതും ഒരു ജയിലിലേക്ക് ഇടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഞാനൊക്കെ ആ കുട്ടികളെ കാണാൻ പോയിട്ട് അച്ഛനും അമ്മയൊക്കെ കരഞ്ഞ് നമ്മളെ കൂടെ വന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ നമ്മളോട് ഏതെങ്കിലും ഒരു വക്കീലിനെ കാണിച്ചോണ്ടാ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങൾ വക്കീലിന്റെ ഫീസ് അടിക്കുകയും ഞങ്ങളുടെ മകനെ ഞങ്ങൾ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് ഞങ്ങൾ കൊണ്ടുവരും. പക്ഷെ ഈ ഭൂമി ഇല്ലാത്ത ആദിവാസികൾക്ക് എവിടെ നിന്നാണ് നികുതിച്ചീട്ട് കിട്ടുക? 2 നികുതിച്ചീട്ട് വേണമല്ലോ ഈ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാമ്യം എടുക്കാന്. അവിടെയും വേറൊരു വെല്ലുവിളി. അത് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കയ്യും കാലും പിടിച്ച് ഒരു നികുതിച്ചീട്ട് ഒരു ആദിവാസിയുടെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കോടതി അത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന 2015 മുതൽ 18 വരെ കാലയളവിൽ ഉണ്ടായിരുന്ന ജില്ലാ കോടതിയിലുണ്ടായിരുന്ന പ്രത്യേകം ഇത്തരം കേസുകൾ ചാർജ് ചെയ്യുന്ന കോടതിയായിരുന്നു ജില്ലാ കോടതിയിൽ. ആ കേസ് നടത്തിക്കൊണ്ടിരുന്ന പഞ്ചാബ് കേശവൻ എന്ന് പറയുന്ന ഒരു ജഡ്ജി ആ ഫയല് ആദിവാസികളുടെ മാത്രം ഭൂമിയായിരുന്നു. ആ ഭൂമിയുടെ നികുതിച്ചീട്ടും അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വലിച്ചെറിയാണ് ചെയ്തത്. ആ ഫയല് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വലിച്ചെറിഞ്ഞ സമയത്ത് അത് മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായ സംഭവമാണ്. അപ്പൊ ശരിക്കും അങ്ങനെയുള്ളൊരു കേസിനകത്ത് നികുതിച്ചീട്ട് മാത്രം പോരാ, ഭൂമിയുടെ ആധാരവും അല്ലെങ്കിൽ അതിന്റെ പട്ടയം കൂടി കോടതിക്ക് സമർപ്പിക്കണം എന്നുള്ള രീതിയിലേക്കായി തീർന്നു. ഇങ്ങനെ വരുന്ന വെല്ലുവിളികള് ഒരിക്കലും താങ്ങാനാവാതെ അമ്പലവയലില് അമ്പലമൂല എന്ന് പറയുന്ന ഊരിൽ താമസിച്ച ഒരു പയ്യൻ, മേപ്പാടിലാണ് അവന്റെ സ്വന്തം വീട്, പക്ഷെ പെൺകുട്ടിയുടെ വീടാണ് അമ്പലമൂല. ആ പെൺകുട്ടിയുടെ പ്രസവം എല്ലാം കഴിഞ്ഞ് കുട്ടീനെ വീണ്ടും പോലീസ് അവിടെ ചെന്ന് കാണാൻ
നീ അത് സമ്മതിച്ചില്ല, നിന്റെ സമ്മതമില്ലാതാണ്, അല്ലെങ്കിൽ നിന്നെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയാണ്, നിന്നെ ബലാത്സംഗം ചെയ്തായിട്ട് നീ പറഞ്ഞാൽ മതി. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥ ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല, പക്ഷെ ആ പെൺകുട്ടിയുടെ അറിവില്ലാണ്ട് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അടിയിൽ ഒപ്പിടിച്ച് അത് രേഖയാക്കി റിപ്പോർട്ടാക്കി വീണ്ടും ആ പയ്യനെ മൂന്നാമതും ആ പയ്യനെ ജയിലിലാക്കി. ഈ പറയുന്ന ആദ്യം ഘട്ടത്തിൽ ജയിലിൽ ആയിക്കഴിയുമ്പോൾ എടുക്കുന്ന നികുതി ചീട്ട് രണ്ടാമത് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും, അത് ക്ലോസ് ചെയ്തു പോയാൽ വേറെ ജാമ്യക്കാരെ തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥ, ഇത് കിട്ടാതിരിക്കുന്ന ഒരു ഘട്ടത്തില് ആ പയ്യന്റെ അമ്മ 2 വർഷം മുന്നേ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കേസുകള് ഈ ചൈൽഡ് മാരേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന നിയമങ്ങൾ 2013 വന്ന ഈ നിയമങ്ങളെ ആദിവാസി ഊരുകളിലേക്ക് വളരെ കൃത്യമായ രീതിയിൽ അത് പറഞ്ഞ് പ്രചരിപ്പിക്കാന് ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയും അതിന്റെ ഒരു ഇഞ്ചായ് എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിയിലുള്ള ഒരു നിയമ സംവിധാനത്തിൽ എങ്ങനെയാണ് ഒരാൾ കുരുക്കിലാകപ്പെടുമ്പോൾ രക്ഷപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഈ പ്രശ്നം കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിന് ബുദ്ധിമുട്ടുകൾ എന്നുള്ളതിനെ കുറിച്ച് വളരെ നല്ലൊരു ഡോക്യുമെന്ററി ആയിരുന്നു. അത് ഇന്നും സർക്കാരിന്റെ മേശപ്പുറത്ത് കിടക്കുന്ന CD. 1-2 വിരലിലെണ്ണാവുന്ന ഊരുകൾ മാത്രമാണ് ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതലും പ്രവർത്തിച്ചതും ഈ നിയമങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ ഈ ചൈൽഡ് മാരേജ് നടക്കാൻ പാടില്ല എന്നുള്ളതും, അല്ലെങ്കിൽ ഈ കസ്റ്റമർ ലോയ്ക്കകത്ത് പാരമ്പര്യമായിട്ടുള്ള ആചാരപ്രകാരമുള്ള വിവാഹങ്ങൾ നടക്കുകയും അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയാവാത്ത വിവാഹങ്ങളെ തടസ്സപ്പെടുത്താനും, അല്ലെങ്കിൽ നടക്കരുത്, ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും കൂടുതലും അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഞങ്ങളെ പോലുള്ള സംഘടനകൾ മാത്രമാണ്. അവിടുത്തെ അംഗൻവാടി ആണെങ്കിലും ആശ വർക്കേഴ്സ് ആണെങ്കിലും ചൈൽഡ് ലൈൻ ആണെങ്കിലും ഈ പറയുന്ന എല്ലാ അതോറിറ്റികളെല്ലാം തന്നെ ഗവൺമെന്റിന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ കേസ് ഇൻഫോം ചെയ്യുകയും ഈ പറയുന്ന രീതിയിൽ രാത്രിക്ക് കിടന്നുറങ്ങുന്ന സമയത്തും ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന സമയത്ത് ആ വീടിന്റെ ഉള്ളിലേക്ക് കടന്ന് പോലീസ് വീട് വളഞ്ഞ് ഉള്ളിലേക്ക് കടന്ന് പിടിച്ച് രാത്രി 12 മണിക്ക് കൊണ്ട് അറസ്റ്റ് ചെയ്ത കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട്, വയനാട്ടിൽ പൊൻകുഴി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ. അപ്പൊ ഇത്രയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് അതിന്റെ തീവ്രത കുറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഈ വിഷയങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ആളുകളുടെ ഇടയിൽ ഇത് ബോധവാന്മാരാക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറയാൻ പറ്റിയ ആളുകൾ വളരെ കുറവാണ്. ഇന്ന് സർക്കാർ തുച്ഛമായ ഓണററിയും കൊടുത്തുകൊണ്ടാണ് ST പ്രൊമോട്ടർമാരൊക്കെ നിയോഗിച്ചിട്ടുള്ളത്. പക്ഷെ പലരും രാഷ്ട്രീയത്തിന്റെയും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ നടക്കുന്ന പല രീതിയിലുള്ള പ്രേരണ കൊണ്ടും, അല്ലെങ്കിൽ അവരുടെ പല ഇംഗിതങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കപ്പെടുമ്പോഴും ഇത്രയും കാര്യങ്ങൾക്കൊന്നും മുന്നോട്ട് പോകുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം അവരെ അത്രയും പ്രാപ്തിയുള്ള ആളുകളെന്നല്ല ST പ്രൊമോട്ടർമാര്. അതേപോലെ തന്നെ ഈ ജയിലിലായി കഴിയുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രതിസന്ധികള്, അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങള്, അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ പലപ്പോഴും മദ്യത്തിന് അഡിക്റ്റ് ആയിട്ട് അവരുടെ ജീവിതം തന്നെ അവിടെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ നമ്മൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത്തരം നിയമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും അത് ഈ കോടതികൾ എത്തിക്കഴിയുമ്പോൾ അഡ്വക്കറ്റ് എന്ന നിലയിൽ നമ്മൾ ബിന്ദു മാഡത്തിനൊക്കെ അറിയാം, ഈ അഭിഭാഷകരും APPയും അല്ലെങ്കിൽ കോടതിയിലുള്ള അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, അവിടെ പോയി നിൽക്കുന്ന പ്രതിയാവട്ടെ വാദിയാവട്ടെ അവർക്ക് തിരിയുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന തരത്തിൽ ഒരു ഭാഷയും കോടതി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ആദിവാസികളെ സംബന്ധിച്ച് കോടതിയുടെ ഭാഷ എന്താണെന്ന്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ അറിവില്ലായ്മ കൊണ്ടും പലപ്പോഴും കേസിൽ വീണ്ടും വീണ്ടും അകപ്പെടുന്ന ഒരവസ്ഥ ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഗിത്താർസിന്റെ രീതിയിലാണെങ്കിൽ ഒരുപാട് ഗവേഷകരുണ്ട് ഇതിനകത്തൊക്കെ തന്നെ. ഈ കഴിഞ്ഞ വർഷം തന്നെ ആക്ട്രസിറ്റിയെ കുറിച്ച് കുറെ ഗവേഷകർ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും അതിനെ സംബന്ധിച്ച് ഒരു ആദിവാസികളുടെ ഇടയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കാനോ അവരെ വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഇന്ന് വരെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ആ ഒരു രീതിയിലേക്ക് ഈ ചിത്ര മുൻപ് പറഞ്ഞ പോലെ തന്നെ അത്തരം വെല്ലുവിളികൾ നമ്മൾ നേരിടുമ്പോൾ അങ്ങനെ ഒരു വിഷമഘട്ടത്തിലാണ് നമ്മൾ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടേണ്ടി വരുന്നതും നമ്മൾ ഗവൺമെന്റിനെതിരെ കുറ്റം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ നിയമ കുരുക്കൾപ്പെടുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള ഈ സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ട് ഇത്രയും ആളുകളെ ഒന്നിച്ചു നിർത്താനും അവർക്ക് പിന്തുണയായിട്ടും നമ്മൾ അവരെ നയിക്കാനും അവരെ പ്രാപ്തരാക്കാനുള്ള ഒരു വേദിയായി മാറട്ടെ ഈ ഒരു സെമിനാർ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
12:40 നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് 1:30 നിർത്തേണ്ടി വരുമെന്ന് വിചാരിക്കുന്നില്ല. 10 മിനിറ്റ് കൂടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ അമ്മ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ ചേച്ചി ഉൾപ്പെടുന്ന ബെട്ടക്കുറുമ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 20ഓളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. അതിൽ ചിലപ്പോ ഈ രീതിയിലേക്ക് ഒരു വേദി കിട്ടുന്ന, ഈ രീതിയിലേക്ക് സംസാരിക്കാൻ പ്രാപ്തിയായ ഒരേ ഒരാൾ അമ്മ ചേച്ചിയാണ്. അപ്പൊ അത് ഭാഗ്യം കൊണ്ട് എന്ന് പറയും. ഭാഗ്യം കൊണ്ടല്ല, അത് പോരാട്ടം കൊണ്ട് പൊരുതി നേടിയതാണ്. അമ്മ ചേച്ചി നിരന്തരമായി പൊരുതി നേടിയെടുത്ത ഒരു സ്പേസ് ആണിത്. അമ്മ ചേച്ചി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ മൊത്തത്തിൽ പറഞ്ഞു വന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇപ്പോ ആദിവാസികളെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും തന്നെ ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുഖ്യധാരയിലുള്ള മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആളുകളാണ്. കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആളുകൾ ആദിവാസി സംരക്ഷകരായി വരികയും ഈ പറയുന്ന ആദിവാസികൾക്ക് എതിരായ അവരുടെ ഓപ്പർച്യൂണിറ്റികൾ തട്ടിയെടുക്കുക, അവർക്ക് കിട്ടേണ്ടുന്ന അവരുടെ പേരിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ മറ്റു കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ വയനാട്ടിൽ തന്നെ എന്തോ ഒരു ഹട്ട് ഉണ്ടാക്കാനുള്ള പ്രൊജക്ടിന് 1000 കോടിയിൽ മേലെ ഏതോ ഒരു വർഷം പാസ്സായിട്ടുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള 1000 അല്ല 150 കോടിക്ക് മേലെ പാസ്സായിട്ടുണ്ട്. അവിടെ ഏത് ഹട്ട് ആരുണ്ടാക്കി? ഇതിന് കൃത്യമായി അപ്പൊ ഇങ്ങനെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ, അതൊന്നും സർക്കാർ ഏജൻസികളല്ല, മറ്റ് ഈ പറയുന്ന NGO-കൾ വഴി. അപ്പൊ അതിനെക്കുറിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ സർക്കാർ ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും കയ്യിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ തരത്തിൽ ഇപ്പൊ കേസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ പോലീസ് കേസുകൾ വരുന്ന സമയത്ത് ആദിവാസി സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഫാമിലിക്ക് പുറത്തുള്ള ആളുകളോട് പോലും സംസാരിക്കാൻ വൈമുഖ്യമുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ളവരോട് യാതൊരു വിധത്തിലും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആ ആളുകൾ കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കോടതിയിൽ പ്രോപ്പറായിട്ട് അവര് സംസാരിക്കാൻ അവർ പ്രാപ്തരല്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറയുന്നില്ല. അവരുടെ അഡ്വക്കേറ്റ്സ് അത് കറക്റ്റ് ആയിട്ട് എത്തിക്കുന്നില്ല. അത് നമുക്കൊരു റിയാലിറ്റിയാണ്. ഇപ്പൊ ഇന്ന് ഇന്ത്യയില് കേരളത്തിലൊക്കെ തന്നെ സൗജന്യ നിയമസഹായ സേവന അതോറിറ്റി ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽക്കുന്ന അതിന്റെ ഒരു ഏറ്റവും രസകരമായ ഒന്ന്, വിക്ടിമായ ആൾക്ക് ഒരു വക്കീലിനെ വെച്ചു കൊടുത്താൽ, ലീഗൽ സർവീസ് അതോറിറ്റി വക്കീലിനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യവും അവരോട് കാശ് ചോദിക്കും. ചെറിയ 1000 രൂപ, 2000 രൂപ, 5000 രൂപ, 10000 രൂപ, അങ്ങനെ ഓരോ വക്കീലന്മാര് അത് അവർ കൊടുത്തേ മതിയാവുള്ളൂ. കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കേസ് അറ്റൻഡ് ചെയ്യില്ല, കോടതിയിൽ പോകില്ല. പക്ഷേ പ്രതിയായി വരുന്ന ആൾക്ക്, അതായത് ആദിവാസി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, പ്രതിയായി വരുന്ന ആൾക്ക് ഒരു കേസിന് 60,000 രൂപ, 70,000 രൂപ ഫീസ് കൊടുക്കുന്ന, അത് ആ ജില്ലയിൽ ലീഡിംഗ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിന്റെ പാനല് ഇപ്പൊ ഡിഫൻസ് മെക്കാനിസം ഇവിടെയുണ്ട്. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ വിക്ടിമായി വരുന്ന, ഇരയായി വരുന്ന ആള് സൗജന്യ നിയമസഹായത്തിന് കാശ് കൊടുക്കേണ്ടി വരികയും ഭയങ്കര ഡോമിനന്റ് ആയി നിൽക്കുന്ന ആളുകൾക്ക്, പ്രതിയായി വരുന്ന ആളുകൾക്ക് ഇവിടെയുള്ള പ്രത്യേക ഡിഫൻസ് മെക്കാനിസത്തിലൂടെ 60,000 രൂപ, 70,000 രൂപ സർക്കാർ പേ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കോൺട്രഡിക്ഷൻ നിൽക്കുന്നുണ്ട്. നേരത്തെ ഇപ്പൊ ചിത്രം ഇവിടെ ഇല്ല. ചിത്രം മുമ്പ് ഒരു 4 വർഷത്തിന് മുമ്പ് ഉന്നയിച്ചൊരു വിഷയമുണ്ട്. ഒരു ആദിവാസിയുടെ കോഴി അടുത്ത വീട്ടിലെ ആളുടെ വാഴയില കുത്തി. അപ്പൊ വാഴയില കുത്തി എന്ന് പറഞ്ഞിട്ട്, കോഴി കുത്തി എന്ന് പറഞ്ഞിട്ട് ആദിവാസിക്കെതിരെ കേസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കള്ളക്കേസ് എടുത്ത് അയാൾക്കെതിരെ FIR ഇട്ടു. ആ കോഴിയുടെ ഉടമസ്ഥൻ ഈ ആദിവാസിയെ തല്ലിച്ചതച്ചിട്ട് DVSP ഓഫീസിന് മുമ്പില് ധർണ നടത്തിയിട്ട്, പ്രകടനം നടത്തിയിട്ടാണ് ഒരു FIR ഇടിയിപ്പിക്കാൻ പറ്റിയത്. അതാണ് ഇന്ത്യയില്, ഇവിടെ കേരളത്തിലടക്കം, കേരളത്തിൽ മാത്രമല്ല കേരളത്തിലടക്കം നിലനിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ആളുകൾ നടപ്പാക്കേണ്ട നിയമങ്ങൾ നടപ്പാക്കേണ്ട ഏജൻസികൾ ശരിയായ രീതിയിൽ നിയമം നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ, ഞാന് ഒരു വക്കീലാണ്, നമുക്ക് നിയമത്തെ കുറിച്ച് പറയാതിരിക്കാനാവില്ല.
അവരുടെ മുമ്പിൽ ഒരു പോക്സോ കേസ് വന്നാൽ, നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് മുമ്പിൽ ഒരു പോക്സോ കേസ് വന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതല്ലാതെ അവർക്ക് മറ്റു ഓപ്ഷനുകളില്ല. അപ്പൊ 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടി വിവാഹിതയായാലും അവിടെ അവരുടെ സമ്മതമുണ്ടെങ്കിലും കൺസെന്റ് ഉണ്ടെങ്കിലും നിയമപരമായി അത് റേപ്പാണ്, റേപ്പിനുള്ള ചാർജ് ഇടും. അപ്പോ 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹം കഴിച്ച ഒരു സ്ഥലത്ത് താമസിപ്പിച്ചാൽ അതിനകത്ത് കിഡ്നാപ്പിങ്ങിന് കേസെടുക്കാം. അപ്പൊ നിലവിൽ നിലനിൽക്കുന്ന നിയമങ്ങളാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ അമ്മിണി ചേച്ചി ചോദിച്ച ഒരു ചോദ്യം റെലവെന്റ് ആണ്. ഇത് ആദിവാസികൾക്ക് നേരെ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആളാണ്, ഡോമിനന്റ് പൊസിഷനിലുള്ള ആളുകളാണ് ഈ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത്. അധ്യാപകരെ നിരവധി കേസുകളിലാണ് അധ്യാപകർ ഈ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ തന്നെ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനമാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കോടതികളിൽ നിന്നും ഒക്കെ തന്നെ അഡ്വക്കേറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ചോദ്യം, ഇത്രയും അമ്മിണി ചേച്ചി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന നിയമങ്ങൾ, ഒരു ഭാഗത്ത് സിവിൽ ലോയും മറുഭാഗത്ത് കസ്റ്റമറി ലോയും ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഭരണഘടനയും മറ്റു നിയമങ്ങളും അനുശാസിക്കുന്നതനുസരിച്ച് കസ്റ്റമറി ലോ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ പബ്ലിക് ഓർഡറിനെ അതിന് കോൺട്രഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമറി ലോ അതിന് മുകളിലല്ല. അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ കസ്റ്റമറി ലോ അതിന് മുകളിലാകുന്നുള്ളൂ. ഇവിടെ ആദിവാസി മൂപ്പനെ തെരഞ്ഞെടുക്കാനുള്ള, ഒരു മൂപ്പനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ആദിവാസികളിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ തന്നെ സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും NGOയോ മറ്റേതെങ്കിലും ഏജൻസികളോ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ഊരുമൂപ്പനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് അമ്മിണി ചേച്ചി മുന്നോട്ട് വെച്ചത്. അവരുടെ അവകാശങ്ങൾ, അവരുടെ നിയമങ്ങൾ വളരെ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരാളെ അവർ തെരഞ്ഞെടുത്തു കൊണ്ടുപോയി, അത് വളരെ ശരിയായ ഒരു നിർദ്ദേശമാണ് അമ്മിണി ചേച്ചിയുടെ ഭാഗത്തു നിന്ന് ചർച്ചയിലൂടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ തരത്തില് ഇവിടെ കസ്റ്റമറി ലോയും നിലനിൽക്കുന്ന സിവിൽ ലോയും തമ്മിൽ വളരെ വലിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ പറയുന്ന കാട്ടുനായ്ക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ പെട്ടിട്ടുള്ള ആളുകള് നമ്മളോട് അവരുടെ ശരിയായ പ്രശ്നങ്ങൾ പോലും ഷെയർ ചെയ്യാറില്ല. അപ്പൊ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി, ഗ്രാസ് റൂട്ട് ലെവലില് മനസ്സിലാക്കി അവർക്ക് ഏറ്റവും ഗുണകരമായത് എന്താണോ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ജയിലുകളിൽ കിടക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന പ്രിസണിലുള്ള ആളുകളും ഒന്നുകിൽ ആദിവാസി, ദളിത്, മുസ്ലിം കമ്മ്യൂണിറ്റി, പിന്നോക്ക കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ളതാണ്. അതിനർത്ഥം ഈ പിന്നോക്ക കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ക്രിമിനലുകൾ എന്നല്ല. അപ്പൊ ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള പഠനങ്ങൾ അടക്കം നടത്തി ശാസ്ത്രീയമായ രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് ക്രിപ്റ്റാർട്സിന്റെ മുന്നിലേക്ക് അമ്മിണി ചേച്ചിയും ചിത്രയും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള. അവരവരുടെ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കൊണ്ടും ചില കാര്യങ്ങൾ വൈകാരികമായി പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും അതിനുള്ളില് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ അവസ്ഥ ഇതാണ്. അവർക്ക് അവരുടേതായ നിയമങ്ങൾ പലപ്പോഴും ആ നിയമങ്ങളിലൂന്നി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അതിനുതകുന്ന തരത്തിൽ ഇളവുകൾ നിയമങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ കോൺസിക്വൻസ്, പോക്സോ പോലെയുള്ള നിയമങ്ങൾ ചാർത്തുമ്പോ അതിന്റെ കോൺസിക്വൻസ് കൊണ്ട് കൂടുതൽ ഹാർഷായിട്ടുള്ള അനുഭവങ്ങളാണ് അതിൽ വിക്ടിമായ ആൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അതിലടക്കം ഇളവ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് മുന്നോട്ട് വെക്കുന്ന ഒന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പൊ പ്രൊമോട്ടേഴ്സ് പ്രോപ്പർലി ട്രെയിൻഡ് അല്ല. ഈ ST മേഖലയിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന പല ആളുകളും 2-3 വർഷം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നിയമത്തെക്കുറിച്ചും സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കി വരുമ്പോഴേക്കും അവരെ മറ്റെടുത്ത ആളെ കൊണ്ടുവരും. അപ്പൊ ഇതിനൊക്കെ തന്നെ സ്ഥിരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതോറിറ്റികളെ കൊണ്ട് നടപ്പാക്കിക്കുന്ന, റിപ്പോർട്ട് ചെയ്ത് നടപ്പാക്കിക്കുന്ന തരത്തിലേക്കുള്ള പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. നിയമങ്ങളിൽ ഇളവുകൾ വരേണ്ടതുണ്ട്. നിയമങ്ങൾ അമെൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പുതിയ നിയമങ്ങൾ തന്നെ വരേണ്ടതുണ്ട്. ജീവിത സാഹചര്യങ്ങള് മാറാതെ
ഈ പറയുന്ന പൊതുസമൂഹത്തിന് മേലെ നടപ്പാക്കുന്ന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കരുത്, ആദിവാസി സമൂഹത്തിന് മേലെ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതാണ് അമൃത ചേച്ചിയും ചിത്രയും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. ഒരു 5 minutes കൂടെ ഉണ്ട് അല്ലേ? 12:40 തുടങ്ങിയത്. സമയം അനുവദിക്കുകയാണെങ്കിൽ അമൃതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്ല, ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇതൊക്കെ തന്നെയുള്ളൂ. ബിന്ദു ടീച്ചർ അവസാനം നിർത്തിയ ഈ ഒരു വാചകം തന്നെ, ഈ സർക്കാർ സംവിധാനങ്ങൾ ഇതിന് വേണ്ടത്ത രീതിയിലുള്ള ഗൗരവപരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന സെമിനാർ കൊണ്ടും ഈ ST പ്രൊമോട്ടർമാർ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളൊരു സംഘടനാ പ്രതിനിധികളാണ്, ഞങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ ഈ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ആരുടെയും ഒരു പ്രതിഫലം ഇല്ലാതാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ പോലും ഞങ്ങളെപ്പോലും ഈ ആദിവാസി ഊരുകൾ ഇത്രയും കേസുകൾ ഇപ്പം അത് വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോലും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ തരത്തിലുള്ള വെല്ലുവിളികളാണ് ഞങ്ങളൊക്കെ അനുഭവിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ ഈ കേസുകൾ ഈ ഇതുപോലുള്ള ST/SC കേസുകൾ, ഈ ശൈശവ വിവാഹം ചെയ്തിട്ടുള്ള കേസുകളെല്ലാം മോണിറ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കേസിന്റെ അവസ്ഥകളെ കുറിച്ച് ഒരു പഠന റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി കിർത്താഡ്സ് അതിന് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്ന, ഈ ST/SC കേസുകൾ നടക്കുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ, അതുപോലെ തന്നെ SMS, ഈ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഏറ്റെടുക്കുന്ന കേസുകൾ, സ്പെഷ്യൽ കോടതിയിൽ വരുന്ന കേസുകൾ, ഇതൊന്നും കൃത്യമായ രീതിയിൽ അന്വേഷണങ്ങളൊന്നും ഇല്ലാതാണ് വിധി പ്രഖ്യാപിക്കുന്നതും അല്ലെങ്കിൽ കേസ് തള്ളിക്കളയുന്നതും. 2020 മുതൽ ഇവിടെ, ഞാൻ സമയമുള്ളത് കൊണ്ടാണ് പറയുന്നത്, ഞാൻ അത് ആഗ്രഹിച്ചതല്ല പറയാന്. പക്ഷെ 2010 മുതൽ 20 വരെയുള്ള ഒരു കേസ് ഞാൻ RTA വെച്ച് ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ 500ഓളം കേസുകളാണ് SMS-ലേക്ക് ആട്രോസിറ്റി പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വെറും 3 കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. അപ്പൊ ആ കേസിന്റെ അവസ്ഥകളൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതിലൊരു കേസിൽ ഞാനും കൂടി ഇരയായ സമയത്ത് എന്നെ ഒരാള് നമ്മുടെ ആദിവാസികളുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ഊരിൽ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ഒരാൾ വന്ന് എന്റെ സാരിയിലൊക്കെ പിടിച്ചു വലിച്ചെന്നെ ഉപദ്രവിച്ച ഒരു കേസായിരുന്നു. ആ കേസ് വരെ കോടതി തള്ളി എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ എത്രയോ നമ്മളവിടെ കടന്നു ചെന്ന് എന്റെ പ്രശ്നം ഇന്നതാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ മൊഴി കൊടുക്കുമ്പോൾ പോലും അവസാന ഘട്ടത്തുമ്പോൾ ഇരയാകുന്ന ആള് ഒന്നും അല്ലാത്ത അവസ്ഥയിൽ അവിടുന്ന് കരഞ്ഞിറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് സമയമുണ്ട് വല്ലപ്പോഴും ഈ മാനന്തവാടിലൊക്കെ നടക്കുന്ന സ്പെഷ്യൽ കോടതിയൊക്കെ കയറിയിരുന്ന് ജസ്റ്റ് ഒരു മണിക്കൂർ അവിടെ കാണാൻ പറ്റും. ഇതേ വിഷയം ഈ കേസിൽ തന്നെ അമൃത ചേച്ചി ഇടപെട്ട ഈ കേസിൽ തന്നെ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭർത്താവ് നിർബന്ധപ്രകാരം കുട്ടിയെ ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു ഓർഫനേജിൽ നൽകുകയും അതിനുശേഷം കുട്ടിയുടെ അമ്മയെ നിർബന്ധിച്ചിട്ടാണ്. അമ്മ ഈ കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുമ്പോ ഈ ആളുകൾ ഞങ്ങൾക്ക് കുട്ടിയെ തരാൻ കഴിയില്ല, ഞങ്ങൾ ഒരു ദിവസം 270 രൂപയാണ് കുട്ടിക്ക് വേണ്ടി ചിലവാക്കുന്നത്, സ്വന്തം അമ്മയ്ക്ക് കുട്ടിയെ കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞ സെന്ററുകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ വിൽക്കാൻ വേണ്ടി അവർ 270 രൂപ ദിവസം കുട്ടിക്ക് വേണ്ടി ചെലവാക്കിയിട്ട് കുട്ടീനെ അഡോപ്ഷനിലൂടെ വിൽക്കണ വേറെ ആൾക്കാർ, അതിനു വേണ്ടിയിട്ടുള്ള സെന്ററുകൾ അടക്കം പ്രവർത്തിക്കുന്നു. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോ, ഇന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ടീച്ചർ ഷെയർ ചെയ്താണ്, കുട്ടികളെ ഈ അമ്മമാർ ആദിവാസികൾ ഊരുകളിൽ നിന്നുള്ള അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ MRSൽ കാണാൻ ചെല്ലുമ്പോൾ അവർ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്നത് പുകയിലയാണ്, പുകയില കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീടുകളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ വിടാതിരിക്കാൻ, അത് കുട്ടികളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ നിർഭയ സെന്ററുകളിലും സ്കൂളുകളിലും നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം സർക്കാരിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് ആ കുഞ്ഞിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. വളരെ അരക്ഷിതമായ സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ വീടുകളിൽ നിന്ന് കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകും.
ഇങ്ങനെയാകുന്നു. സ്കൂളുകളിൽ നിന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വയനാടുന്ന ഒരു ടീച്ചറിനെ വിളിക്കണ്ടായി. സ്കൂളുകളിൽ നിന്ന് നിരന്തരമായി കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. കുട്ടികൾ അതില് വിയോജിപ്പ് കാണിക്കുന്നില്ല, എന്ന് പോലീസ് എടുത്തു പറയുമ്പോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എടുത്തു പറയുമ്പോ, കുട്ടിയാണ്, മൈനറാണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്, 15 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. അത്തരം സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള പ്രതികളെ ജയിലിൽ അടയ്ക്കേണ്ടത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ തരുന്ന സുരക്ഷയുടെ ഭാഗമായിട്ട് സർക്കാരിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ നമ്മൾ വളരെ വലിയ രീതിയിൽ ബാലൻസ് ചെയ്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ആദിവാസികൾ പ്രതികളാകുമ്പോൾ അവർ എല്ലാ തരത്തിലും ഈ നിയമങ്ങൾ നടപ്പാക്കുകയും ആദിവാസി സമൂഹത്തിന് പുറത്തുള്ളവർ പ്രതികളാകുമ്പോൾ അവർ കുട്ടികളുടെ സമ്മതമുണ്ടായിരുന്നു എന്നുള്ള ഒരു ഡിഫൻസ് മുമ്പിലേക്ക് വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെ ശരിയായ ഒരു പഠനം നടത്തി ശാസ്ത്രീയമായ രീതിയിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അമ്മിണി ചേച്ചി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്.